PSC റാങ്ക് ലിസ്റ്റിലെത്തുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓരോ കഥ പറയാനുണ്ടാവും. എനിക്ക് പറയാനുള്ളത് 5 വയസ്സിൽ താഴെയുള്ള 2 കുട്ടികളുടെ അമ്മ എന്ന നിലയിലുള്ള കഥയാണ്. കുട്ടികളായതിനു ശേഷമാണ് PSC പഠനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സമയവും സാഹചര്യങ്ങളും ഒന്നും അനുകൂലമല്ല. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം അത്ര എളുപ്പമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിജി മാമിന്റെ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്ത് തുടങ്ങുന്നത്. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു കണക്ഷൻ ഫീൽ ചെയ്ത് തുടങ്ങി. നല്ലൊരു മെന്റർ, നമുക്ക് പറ്റുന്ന നമ്മുടെ സമയത്തിനും സാഹചര്യത്തിനും ഒക്കെ പറ്റുന്ന ഒരു ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം കേട്ട് തുടങ്ങി. പിന്നെ മാം തരുന്ന കണ്ടന്റ് അത്രത്തോളം പ്രീഷ്യസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം വേണ്ട കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. എന്താണോ എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമുള്ളത് അത് മാത്രം. അങ്ങനെ റെഗുലറായിട്ട് മാമിന്റെ ക്ലാസ്സുകൾ തന്നെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. മാം ഓരോ ദിവസം എന്തൊക്കെ പഠിപ്പിക്കുന്നോ അതെല്ലാം ഞങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സാണ് കേട്ടിരുന്നത്. കാരണം എനിക്ക് ലൈവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ പല ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ട്, ഇടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. ഞാൻ റെക്കോർഡ് ക്ലാസ്സാണ് കേട്ടിരുന്നത്. അതിനുവേണ്ടി ഞാനൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ജോലികൾക്കിടയിലാണ് ഞാൻ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നത്. പാത്രം കഴിയുമ്പോഴും അടിച്ചു വരുമ്പോഴൊക്കെ ക്ലാസ് കേൾക്കും. അത് വെറുതെ കേട്ട് പോവല്ല. ഞാൻ ഓരോ ദിവസം എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് കേട്ടുകൊണ്ടിരുന്നത്. പിന്നീട് അതിൻ്റെ PDF വായിക്കും. പിന്നെ ഈ PDF നിന്ന് എനിക്ക് അറിയാത്ത ഭാഗം മാത്രം ഞാൻ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചു. അത് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് റിവൈസും ചെയ്യുന്നുണ്ടായിരുന്നു, ഈ അറിയാത്ത ഭാഗങ്ങൾ മാത്രം. പിന്നെ എനിക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് ആകെ പഠനത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ SCRT ഭാഗങ്ങൾ എടുത്ത് പറയേണ്ടതുണ്ട്. മാമിൻ്റെ ക്ലാസ്സുകളിലൂടെ മാത്രമാണ് SCRT പഠിച്ചത്. മാം MCQ രൂപത്തിലാണ് SCRT ഭാഗങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നത് ഓരോ ക്ലാസ്സുകളായിട്ട്. അത് ഒരു SCRT ടെസ്റ്റ് പോലും വായിക്കാതെ അത് നമ്മളുടെ മനസ്സിലേക്ക് അത് പതിഞ്ഞു. SCRT ക്വസ്റ്റ്യൻസ് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തേയില്ല. പിന്നെ പറയാനുള്ളത് പ്രധാനമായിട്ടും മാമിൻ്റെ മോട്ടിവേഷനാണ്. നമ്മൾ എത്രത്തോളം പഠിച്ചാലും നമുക്ക് എക്സാം ഹോളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ മനസാന്നിധ്യമാണ്. അത് ഉണ്ടാക്കി തന്നത് മാം തന്നെയാണ്. കാരണം നമുക്ക് കിട്ടുമോ, ഇല്ലെങ്കിൽ എന്ത് പറ്റും, അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റാൻ വേണ്ടി മാം ഒരുപാട് സഹായിച്ചു. ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി തന്നു എക്സാം എഴുതാനും. എക്സാമിന് വേണ്ടി മാത്രമല്ല, നമുക്ക് ജീവിതത്തിലും ജോലി കയറി കഴിഞ്ഞാൽ നമ്മൾക്കൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു എനർജി മാം തന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നല്ലൊരു റാങ്കിൽ എത്താൻ കഴിഞ്ഞു. ഒത്തിരി നന്ദി ദൈവത്തിനും മിസ്സിനും കൂടെ നിന്ന് എല്ലാവർക്കും.